2024-25 അധ്യയന വർഷത്തെ പെങ്ങാം ഹൈസ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ട്. ആദരണീയരെ, ജൂൺ 3 പ്രവേശനോത്സവത്തോടെ 2024-25 അധ്യയന വർഷം ആരംഭിച്ചു. മാറ്റത്തിൻ്റെ നാൾവഴികളിലേക്ക് മാറിയ വിദ്യാലയ സാഹചര്യങ്ങളിലേക്ക് അറിവിൻ്റെ വെളിച്ചം തേടി വന്ന കുരുന്നുകളെ പഠനോപകരണങ്ങളും മധുരവും നൽകിക്കൊണ്ടാണ് വിദ്യാലയം സ്വാഗതം ചെയ്തത്. SSLC പരീക്ഷയിൽ തുടർച്ചയായി 7ാം വർഷവും 100% വിജയം കൈവരിച്ചുവെന്നത് വിദ്യാലയത്തിന് ഒരു അഭിമാന നേട്ടമായി. സമത്വം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെയുള്ള യൂണിഫോം കൊണ്ടുവന്നു എന്നത് ഈ വർഷത്തെ പ്രത്യേകതയായി എടുത്തു പറയാവുന്നതാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും ഹരിത സസ്യങ്ങളുടെ വിതരണവും മറ്റു പരിപാടികളും സംഘടിപ്പിച്ചു. വായനാ മാസാചരണവുമായി ബന്ധപ്പെട്ട് ജൂൺ 19 മുതൽ ഒരു മാസക്കാലം രചനാ മത്സരങ്ങൾ, പുസ്തക പ്രദർശനം, അക്ഷരവൃക്ഷം തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തി. ജൂൺ 21 സംഗീത ദിനത്തിൽ ഹൈസ്കൂൾ പെങ്ങാമുക്കിന്റെ ഗാനഗന്ധർവനെയും ഗാനഗോകുലത്തെയും തെരഞ്ഞെടുത്തു. അന്നേ ദിവസം തന്നെ യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവിധ യോഗാസനങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. മനുഷ്യനെ കാർന്നു തിന്നുന്ന വിപത്തായ ലഹരി ഉപയോഗത്തിൽ നിന്നും യുവതലമുറയെ പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം സമുചിതമായി നടത്തി. ലഹരി വിരുദ്ധ റാലിയുമായി ചിറക്കൽ സെന്ററിലേക്ക് എത്തിയ നമ്മുടെ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം നൽകുന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഒന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്നാകുമെന്ന് ബാല്യകാല സഖിയിലൂടെ മലയാളിയെ പഠിപ്പിച്ച വിശ്വവിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനമായ ജൂലൈ 5 ബഷീർ കഥാപാത്രങ്ങളുടെ അവതരണം, കഥാസന്ദർഭങ്ങളുടെ പുനരാവിഷ്കാരം, ബേപ്പൂർ സുൽത്താന്റെ വേഷപ്പകർച്ച, പുസ്തക പ്രദർശനം, സ്കിറ്റ്, ക്വിസ് മത്സരം തുടങ്ങിയ വിവിധ പരിപാടികളോടുകൂടി ആചരിച്ചു. ജൂലൈ 12 മലാല ദിനത്തിൽ സ്പെഷ്യൽ അസംബ്ലി സംഘടിപ്പിക്കുകയും മലാലയുടെ ജീവിതം ആസ്പദമാക്കി ഒരു സ്കിറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. സൗരയൂഥത്തിന്റെ വിവിധ ഗ്രഹങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി ഓരോ കുട്ടികൾ ഓരോ ഗ്രഹങ്ങളായി വന്ന് സ്വയം പരിചയപ്പെടുത്തുകയും നീൽ ആംസ്ട്രോങ് ആയി വേഷം ധരിച്ച വിദ്യാർത്ഥി തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കൂടാതെ ചാന്ദ്രദിന ക്വിസ്, പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചുകൊണ്ട് ജൂലൈ 22 ചാന്ദ്രദിനം വിപുലമായി ആഘോഷിച്ചു. നല്ല ആരോഗ്യശീലങ്ങൾക്കായി വ്യക്തി ശുചിത്വം അനിവാര്യമാണ്. വിദ്യാർത്ഥികളിലെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ചുള്ള ആവശ്യകത തിരിച്ചറിയുന്നതിനായി പഴഞ്ഞി ഹെൽത്ത് സെന്ററിൽ നിന്നും ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ സ്കൂളിലെത്തുകയും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവബോധ ക്ലാസ് നൽകുകയും ചെയ്തു. സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 6 ഹിരോഷിമ നാഗസാക്കി ദിനത്തിൽ യുദ്ധത്തിന്റെ വിനകളും യുദ്ധം വരുത്തിവെക്കുന്ന നാശനഷ്ടങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഗണിതശാസ്ത്ര ക്ലബിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പതാക നിർമ്മാണ മത്സരം, ഗണിത സാമൂഹ്യശാസ്ത്ര ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ മറ്റ് വിവിധ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം കൊണ്ടാടി. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാനതല തൈക്കൊണ്ടോ മത്സരത്തിൽ 8C ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ ദിന നദീർ ഗോൾഡ് മെഡലും റൈക്ക മറിയം ബ്രോൺസ് മെഡലും കരസ്ഥമാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചു. സമഗ്ര ശിക്ഷ കേരളം BRC ചൊവ്വന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ ഹെൽപ്പിംഗ് ഹാൻഡ് പ്രോജക്റ്റ് ലീപ് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. വയനാടിനെ ഒരു കൈത്താങ്ങ് പദ്ധതിയുമായി സഹകരിച്ച് നമ്മുടെ വിദ്യാലയവും ധനസഹായം നൽകിക്കൊണ്ട് സമൂഹത്തിന് മാതൃകയായി. സെപ്റ്റംബർ 5 അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട അധ്യാപകർക്കൊരു കത്ത് എന്ന പരിപാടി നടത്തി. നല്ല കത്തിനും
കൂടുതൽ വിദ്യാർത്ഥികളുടെ ഹൃദയം കവർന്ന അധ്യാപകർക്കും സമ്മാനം നൽകി. സെപ്റ്റംബർ 14 ഹിന്ദി ദിനം, സെപ്റ്റംബർ 17 സംസ്കൃത ദിനം തുടങ്ങിയ പ്രധാന ദിനാചരണങ്ങൾ വിവിധ പരിപാടികളിലൂടെ സംഘടിപ്പിച്ചു. ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ, IT മേളയും കലോത്സവവും കായികോത്സവവും മികച്ച രീതിയിൽ സ്കൂൾ തലത്തിൽ നടത്തുകയും അർഹരായവരെ ഉപജില്ലാ, ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. 8Dയിൽ പഠിക്കുന്ന ഫാത്തിമ സഹറ, 7Bയിലെ അസാഫ്, 5Cയിലെ ആരാധ്യ എന്നിവർ പ്രവൃത്തി പരിചയ മേളകളിൽ മിന്നും വിജയം കാഴ്ചവെച്ചു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവലിൻ, മലവേട്ടുവൻ സമുദായങ്ങളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു സംഗീത നൃത്തരൂപമായ മംഗലം കളി 2024 സ്കൂൾ യുവജനോത്സവത്തിൽ മത്സര ഇനമായി ഉൾപ്പെടുത്തി. ഹൈസ്കൂൾ പെങ്ങാമുക്കിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ മംഗലം കളിയിൽ പങ്കെടുക്കുകയും ഉപജില്ലാ തലത്തിൽ 2ാം സ്ഥാനവും A ഗ്രേഡും ജില്ലാ കലോത്സവത്തിൽ 3ാം സ്ഥാനവും A ഗ്രേഡും കരസ്ഥമാക്കിയെന്നത് ഏറെ അഭിമാനകരമായി നാം കാണുന്നു. അണ്ടർ 14 പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തു. ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളിൽ ഹൈസ്കൂൾ പെങ്ങാമുക്കിലെ മിടുക്കികളും ഉണ്ടായിരുന്നു എന്നത് ഏറെ അഭിമാനാർഹമാണ്. ഈ അധ്യയന വർഷത്തെ എല്ലാ പരിപാടികളും മത്സര ബുദ്ധിയോടുകൂടി നടത്തുന്നതിനായി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും, അധ്യാപകരെയും അനധ്യാപകരെയും ബ്ലൂ ബാറ്റിലേഴ്സ്, ഗ്രീൻ ജയന്റ്സ്, റെഡ് റീഗൽസ്, യെല്ലോ യോദ്ധാസ് എന്നിങ്ങനെ 4 ഹൗസുകളായി തിരിച്ചു. ഓണാഘോഷ പരിപാടി പൂവിളി 2K24 PTA സഹായത്തോടെ ഗംഭീരമായി ആഘോഷിച്ചു. മലയാളി മങ്ക, മാവേലി, പൂക്കളം തുടങ്ങിയ മത്സരങ്ങളും ഓണക്കളികളും സംഘടിപ്പിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വച്ഛതാ കി സേവ എന്ന പദ്ധതിയോട് അനുബന്ധിച്ച് സ്കൂൾ പരിസരം മാലിന്യവിമുക്തമാക്കി. കേരളീയ സംസ്കാരം പുനരാവിഷ്കരിച്ചുകൊണ്ട് ഗൃഹോപകരണങ്ങൾ, കാർഷികോപകരണങ്ങൾ, വാദ്യോപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും കേരളം, മലയാളം എന്നിവയുമായി ബന്ധപ്പെടുത്തിയുള്ള ചാർട്ടുകളുടെ പ്രദർശനം, കേരളീയ മാതൃക കൊളാഷ് നിർമ്മാണ മത്സരം എന്നിവ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ സംഘടിപ്പിച്ചു. എല്ലാ വിദ്യാർത്ഥികളും കേരളീയ വേഷങ്ങളിൽ വിദ്യാലയത്തിലെത്തുകയും വിവിധ പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഉൾച്ചേർന്ന വിദ്യാഭ്യാസ പദ്ധതിയോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും സമ്മാനാർഹരാവുകയും ചെയ്തു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത നവകേരള ഹരിതസഭയിൽ പങ്കാളികളാവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിച്ചു. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി സംഘടിപ്പിച്ച മലയാള ഭാഷാ പ്രശ്നോത്തരിയിൽ 8C ക്ലാസ്സിലെ അർച്ചന VG, 8D ക്ലാസ്സിലെ ലിസ്വ എന്നിവർ പങ്കെടുക്കുകയും സമ്മാനാർഹർ ആവുകയും ചെയ്തു. ലോക അറബി ഭാഷാ ദിനത്തിൽ നടന്ന അറബിക് ക്വിസ് മത്സരത്തിൽ 8C ക്ലാസ്സിലെ ദിന നദീർ സമ്മാനാർഹയായി. കർഷകർ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും ഗ്രാമീണ സമൃദ്ധിക്ക് ഗണ്യമായ സംഭാവന നൽകുന്നവരുമായതിനാൽ സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകൾക്ക് ഉത്തരവാദിത്തമുള്ള എല്ലാ കർഷകരെയും ആദരിക്കുക, അഭിനന്ദിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡിസംബർ 23 ദേശീയ കർഷക ദിനം ആഘോഷിച്ചു. ക്രിസ്മസ് ഈവ്, നോയൽ നോക്സ് 2K24 വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചു. സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ സ്കൂളിൽ ക്രിസ്മസിൻ്റെ ആഘോഷത്തിരികൾ തെളിഞ്ഞു. 2025 ജനുവരി 13 രുചി വൈവിധ്യങ്ങളുമായി ടേസ്റ്റ് ഓഫ് പെങ്ങാമുക്ക് എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പാചക നൈപുണ്യം ഭക്ഷ്യമേളയിൽ മാറ്റുരച്ചു. ഏറ്റവും അധികം ലാഭം നേടിയ ടീമിനെ സമ്മാനം നൽകി. കുട്ടികളെ മികച്ച വായനക്കാരും എഴുത്തുകാരുമാക്കാൻ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബഡ്ഡിംഗ് റൈറ്റേഴ്സിനായി എഴുത്തുകൂട്ടം, വായനക്കൂട്ടം, ശില്പശാല സംഘടിപ്പിച്ചു. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത രാജ്യമായതിന്റെ ഓർമ്മയ്ക്കായി ജനുവരി 26 റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ചു. കുട്ടികളിൽ
യുക്തിചിന്തയും ശാസ്ത്രബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചായത്ത് തല വിജ്ഞാനോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടുകയും ചെയ്തു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കൗമാരം. അതുകൊണ്ട് തന്നെ ആരോഗ്യവും ആനന്ദവും നിറഞ്ഞ കൗമാരം വ്യക്തിവികാസത്തിന് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൗമാര വിദ്യാർത്ഥികൾക്കായുള്ള അവബോധ ക്ലാസുകൾ സംഘടിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണമുള്ള USS NMMS മന്ത്ലി എക്സാം, സന്മതി എക്സാം തുടങ്ങിയ വിവിധ പരീക്ഷകൾ സമയാനുസരണം നടത്തുകയും അവയ്ക്ക് വേണ്ട പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. സമൂഹത്തിൽ സന്തുലിതവും സമർപ്പിതവും അച്ചടക്കമുള്ളതും സേവനാഭിരുചിയുള്ളതും ആത്മാർത്ഥതയുള്ളതുമായ ഒരു പൗരനെ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന റെഡ് ക്രോസ് ABC ലെവൽ പരീക്ഷകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ 100% വിജയം കൈവരിച്ചു. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, അറബിക്, ഗണിതം എന്നിവയിലുള്ള അടിസ്ഥാനം ഉറപ്പാക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ തനത് പദ്ധതിയായ പ്രൗഢം പെങ്ങാമുക്ക് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പരിപൂർണ പിന്തുണയോടെ ബ്രിഡ്ജ് കോഴ്സുകളായി ഒക്ടോബർ 28 മുതൽ നടത്തിവരുന്നു. അക്ഷരം, അടിസ്ഥാനം, അറിവ് എന്നിവയിലേക്ക് നമ്മുടെ കുട്ടികൾ ധൈര്യത്തോടെ ചുവടുവെക്കുമെന്ന ഉറപ്പാണ് ഈ പദ്ധതിയുടെ മാറ്റുകൂട്ടുന്നത്. സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിനും സഭാകമ്പം മാറ്റുന്നതിനും തങ്ങളുടെ കഴിവുകൾ ആത്മവിശ്വാസത്തോടെ വേദിയിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടി കുട്ടികൾക്കായി തയ്യാറാക്കിയ മറ്റൊരു പദ്ധതിയായിരുന്നു റിഫ്ലക്ഷൻ പെങ്ങാമുക്ക്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാലയം കുട്ടികൾക്കൊരു താങ്ങായി മാറുകയാണ്. വീടാണ് ഏതൊരു വിദ്യാർത്ഥിയുടെയും ആദ്യത്തെ വിദ്യാലയം. അവരുടെ സർഗാത്മകതയുടെയും ഭാവനയുടെയും ചിറകുകൾ വിടരാൻ തുടങ്ങിയത് വീട്ടിൽ നിന്നാണ്. മികച്ച ഗൃഹാന്തരീക്ഷം കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിലും വ്യക്തിത്വ വികാസത്തിലും ഏറെ പങ്കുവഹിക്കുന്നുണ്ട്. ഓരോ വിദ്യാർത്ഥിയുടെയും ഗൃഹാന്തരീക്ഷം നേരിട്ട് മനസ്സിലാക്കുന്നതിനും ഒരു കൈത്താങ്ങ് നൽകുന്നതിനുമായി വീടിനകം വിദ്യാലയം എന്ന പേരിൽ കുട്ടികളുടെ ഗൃഹസന്ദർശന പരിപാടി ഏറെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ കായികത്തിനുള്ള പ്രാധാന്യം ചെറുതല്ല. കുട്ടികളുടെ കായിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഫുട്ബോൾ, തായ്ക്വോണ്ടോ, ക്രിക്കറ്റ്, കരാട്ടെ എന്നിവയുടെ പരിശീലന ക്യാമ്പുകൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യതയോടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. നമ്മുടെ വിദ്യാലയം വികസനത്തിൻ്റെ പാതയിലാണ്. അതിനായി നാളിതുവരെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ലഭിച്ച സഹകരണങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ഇനിയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കുന്നു.